ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നല്ല അടിപൊളി റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും ഒന്നാവുന്ന ഭാഗമാണ് നമ്മൾ ഈ ആഴ്ച ലാസ്റ്റ് കാണാൻ പോണത്. അതിനിടയ്ക്ക് ഷ്യാം ഒരു കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോളി സമയത്ത് നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് മാത്രം കളറ് പറ്റുന്നില്ല. മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ ശ്രുതിയുടെ മുഖത്ത് മാത്രം കളറ് പറ്റാതിരുന്ന എന്ത് ഹോളി? വേണ്ട മുത്തശ്ശി, വേണ്ട, എൻ്റെ മുഖത്ത് തേക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ തേക്കണം, തേച്ചേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും ഷ്യാം അങ്ങോട്ടേക്ക് വരുവാണ്. അതെ അതെ, കളർ തേക്കണം, കളർ തേക്കാതെ എന്ത് ഹോളി അല്ലേ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഒരു കൈ നിറച്ചും കളർ പൗഡർ എടുത്തിട്ട് ഇങ്ങനെ വരുവാട്ടോ. അത് കാണുമ്പോഴേക്കും നമ്മുടെ അമ്മക്കും അമ്മായിക്ക് ദേഷ്യം വരുവാണ്. കാരണം ഷ്യാമിനെ ശ്രുതിനെ ഒന്ന് കവിളിലൊന്ന് തൊടണം, അതിനെ വേണ്ടിയിട്ടാണ് ഈ കളർ പൊടി എടുത്തുകൊണ്ട് വരുന്നത്. അതെല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അശ്വിൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൂരെ നിന്നിട്ട്. അശ്വിനാണെങ്കിൽ ദേഷ്യം വരുവാട്ടോ. ശ്രുതി ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുവാണ്, കാരണം ഒന്നും പറയാൻ പറ്റണില്ല. കാരണം അഞ്ജലി അടുത്തുണ്ട്, മുത്തശ്ശി അടുത്തുണ്ട്, എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ്. ശ്യാം കളർ തേക്കുമ്പോൾ ഒരു ചേട്ടൻ കളർ തേക്കുന്ന രീതിയിലാണ് അഞ്ജലിയും മുത്തശ്ശിയെ നോക്കിക്കാണുന്നത്. മോഹനെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെയാണ് നോക്കിക്കാണും. അപ്പോൾ അതിനിടയ്ക്ക് ശ്രുതിക്ക് എതിർത്തൊന്നും പറയാൻ പോലും പറ്റില്ല. അങ്ങനെ ശ്രുതിയൊക്കെ കണ്ണടച്ച് നിൽക്കുവാണ്. ഷ്യാം ഇങ്ങനെ ഹായ്, എനിക്ക് എൻ്റെ ശ്രുതിനെ തൊടാലോ എന്ന രീതിയിൽ കണ്ണ് പൊട്ടി ഇങ്ങനെ വരുവാട്ടോ. ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈയും കൊണ്ട് ഇങ്ങനെ വരുവാണ്. അശ്വിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് കളർപ്പൊടി ഇങ്ങോട്ട് വാരി എടുക്കുവാണ്. എന്നിട്ട് ഷ്യാമിനേക്കാൾ മുമ്പിലേക്ക് നടന്നു പോയിട്ട് ഷ്യാമിനെ ഒറ്റ തള്ളിയിട്ട് പറയുന്നുണ്ട്, അതെ ശ്രുതി എൻ്റെ ഭാര്യയല്ലേ, ഈ പ്രാവശ്യം അവൾക്ക് ഹോളിക്ക് കളർ തേക്കാനുള്ള അവകാശം എനിക്കാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ രണ്ട് കവിളിലും കളർ തേച്ച് കൊടുക്കാട്ടോ. ആ സമയത്ത് നമ്മുടെ അമ്മായിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആഹാ കുഞ്ഞാ, നീ ആൾ കൊള്ളാലോ എന്ന് അഞ്ജലി പറയാണ്. ഹാപ്പി ഹോളി ശ്രുതി എന്ന് നമ്മുടെ അശ്വിൻ പറയുമ്പോഴേക്കും ഹാപ്പി ഹോളി എന്ന് നമ്മുടെ ശ്രുതിയും പറയാണ്. എന്തോ അശ്വിൻ നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് കൈ വെക്കുമ്പോഴേക്കും ശ്രുതിക്ക് നെഞ്ചിടിപ്പൊക്കെ വല്ലാണ്ട് ഇങ്ങനെ കൂടുവാട്ടോ. അങ്ങനെ അശ്വിനും ആ സമയത്ത് നെഞ്ചിടിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ പരസ്പരം നെഞ്ചിങ്ങനെ പടപടാന്ന് പിടയ്ക്കുവാണ്. ശ്യാമാണെങ്കിൽ കയ്യിൽ പിടിച്ച ആ കളർപ്പൊടി ഉണ്ടല്ലോ, അത് പിടിച്ച് നെക്കി നിരകി നിലത്തേക്ക് ഇങ്ങനെ വലിച്ചിടണോ. ആ പ്ലാനും പൊളിഞ്ഞു. എനിക്ക് എൻ്റെ ശ്രുതിനെ ഒന്ന് കാണാനോ തൊടാനോ പോലും പറ്റുന്നില്ലല്ലോ എന്ന രീതിയിൽ ശ്യാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. ബൈ.